ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്ന് ഒരു അൺബോക്സിങ് വീഡിയോ അല്ല, എങ്കിലും ഒരു അൺബോക്സിങ് വീഡിയോ ആണ്. കാരണം ഞങ്ങൾ ഓൾറെഡി ഇത് പൊട്ടിച്ച് നോക്കിയായിരുന്നു. കാരണം ഈ ഒരു പ്രോഡക്റ്റിൻ്റെ പ്രത്യേകതയുണ്ട്. ഇത് ഞങ്ങൾ ഓർഡർ ചെയ്തിട്ട് ഓൾമോസ്റ്റ് ഒരു മാസമായി കേട്ടോ. ഞാൻ 5-ാം തീയതി ഓർഡർ ചെയ്തിട്ട് 12-ാം തീയതി വരുമെന്ന് പറഞ്ഞ സാധനമാണത്. ഇന്നലെ. അപ്പോൾ ഇത് അങ്ങനെയാണ് എന്താ വരില്ല. പിന്നെ ഞാൻ അത് ഓൾറെഡി പേ ചെയ്തതും കൂടെ ആയതുകൊണ്ട് എനിക്ക് ഭയങ്കര ഒരു സങ്കടം. ഞാനിങ്ങനെ അധികം അങ്ങനെ ഒന്നും ഓർഡർ ചെയ്യാറില്ലെങ്കിൽ ഇതുവരെ ഓർഡർ ചെയ്തപ്പോൾ ഇങ്ങനെയുള്ളൊരു പ്രശ്നങ്ങളും ഉണ്ടായിട്ടില്ല. അപ്പോൾ ഞാൻ ആകെ പേടിച്ച് ഇനി പൈസ എങ്ങാനും പോയി എന്നെ അമ്മ വെട്ടും, അതൊരു കാര്യം. അങ്ങനെ ഓർഡർ ചെയ്ത സാധനമാണ്. പക്ഷേ ഇന്നലെ കിട്ടിയപ്പോഴും ഞാൻ വിചാരിച്ചു വരത്തില്ല, ഡെയിലി ഇതുപോലെ ഔട്ട് ഓഫ് ഡെലിവറി ആകുമെന്ന് പറഞ്ഞിട്ട് OTP ഒക്കെ വരും എന്നും, പിന്നെ പിറ്റേ ദിവസം ഇതുപോലെ പറയും അടുത്ത ദിവസം വരും എന്ന് പറഞ്ഞ് ഇങ്ങനെ റീഷെഡ്യൂളായി പോയതാണ്. പിന്നെ റീപ്ലേസ്മെൻറ്റ് ഓർഡറായി, അങ്ങനെ എന്തൊക്കെയോ സംഭവങ്ങളുണ്ട്. എനിക്ക് അതിനെക്കുറിച്ച് വലുതായിട്ട് അറിഞ്ഞൂടാ. എങ്കിലും സാധനം പിന്നെ ഇന്നലെ കൈ കിട്ടിയപ്പോൾ എനിക്ക് മനസ്സിലായി ഞാൻ ഓർഡർ ചെയ്തതിൽ വ്യത്യാസമുണ്ട് എനിക്ക് കിട്ടിയ പ്രോഡക്റ്റ് എന്ന്. ഞാൻ ഇങ്ങനെ ഈ സംഭവം സെയിം കളറും കാര്യങ്ങളൊക്കെ തന്നെ ചെയ്തത്. ഞങ്ങൾ ഇതിൻ്റെ ഒരു നേരത്തെ മേടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ കറക്റ്റ് അതിൽ തന്നെ കിട്ടിയത്. അങ്ങനെ 12 ലിറ്റർ 10 ലിറ്റർ 8 ലിറ്റർ ആ ഒരു ഇതിലാണ് കിട്ടിയത്. പക്ഷെ നമുക്ക് കിട്ടിയത് ഇപ്പം നീ മാറ്റിയത് എടാ ഇപ്പോൾ വലിയ ഈ കണ്ടെയ്നർ ഇപ്പോൾ 10 കിലോൻ്റെ കണ്ടെയ്നറാണ്. ഞാൻ എന്നിട്ട് അത് വിചാരിച്ചു അതുപോലെ തന്നെ ചെറിയ ഒരെണ്ണം ചെറുതായിട്ട് ഇതിൻ്റെ അടപ്പ് അങ്ങനെ പൊട്ടിയിട്ടൊക്കെ ഉണ്ടായിരുന്നു. അതേതാ ഇത്. അപ്പോൾ പിന്നെ വിചാരിച്ച് എന്തായാലും ഇനിയിപ്പോൾ റിട്ടേൺ ചെയ്ത് ഇനി എൻ്റെ ബാക്കിൽ നടക്കാൻ വലിയ പ്രശ്നം ഇല്ലാത്തത് കൊണ്ട് ഞാൻ പിന്നെ ഇത് റിട്ടേൺ ചെയ്യേണ്ടെന്ന് വിചാരിച്ച്. കുഴപ്പമില്ല, 488 രൂപ അങ്ങനെ എന്തോ ആണ്. ഈ പുറത്തെ റേറ്റ് എനിക്ക് അറിയത്തില്ല എന്നുള്ളത്. എങ്കിലും നമ്മൾ എന്ത് വിചാരിക്കുന്നു, വർത്താണെന്ന് വിചാരിക്കുന്നത്. പക്ഷെ ഞങ്ങൾ ആദ്യം മേടിച്ചത് കറക്റ്റ് അതല്ലടാ, അതിൻ്റെ അടപ്പ് തന്നെ അടച്ചു നോക്കും. അന്ന് ഓർഡർ ചെയ്തപ്പോൾ നമ്മൾ ഓർഡർ ചെയ്ത കറക്റ്റ് തന്നെയാണ് കിട്ടിയത്. അതുകൊണ്ടാണ് ഒന്നും കൂടി ഓർഡർ ചെയ്തത്. അത് നമ്മളിവിടുത്തെ വീട്ടിലടുത്തേക്കാണ് ഇത് ഓർഡർ ചെയ്തത്. അത് അവിടെ കുഞ്ചൂസിൻ്റെ അച്ചാമ്മയാണ് ഓർഡർ ചെയ്തത്. അപ്പോൾ ഇപ്പോൾ ഇവിടെ നമുക്ക് ഈ നട്ട്സ് അങ്ങനെ എല്ലാം സെപ്പറേറ്റ് ഇട്ട് വയ്ക്കാമെന്ന് വിചാരിച്ചിട്ട് അരിയൊക്കെ വേണമെങ്കിൽ മാവൊക്കെ ഡ്രൈ ഫ്രൂട്ടിന്റെ അത് എന്നിട്ട് അതിനകത്തുള്ള എല്ലാം മാറ്റി അടിച്ചു നോക്കിയപ്പോൾ എല്ലാം ഇതിൻ്റെ 1-2 അടപ്പ് ഇച്ചിരി പ്രശ്നമാണ് അടയ്ക്കാൻ. എങ്കിലും റിട്ടേൺ ചെയ്യേണ്ടെന്ന് വിചാരിക്കുന്നു അല്ലേ കുഞ്ചൂസേ? കുഴപ്പമില്ല, കിട്ടിയത് വെച്ച് നമ്മൾ ഇല്ലെങ്കിൽ ഇനി വീണ്ടും ചിലപ്പോൾ ഇത് തന്നെ ആയിരിക്കും വരണത്, അല്ലെങ്കിൽ റീഫണ്ട് ആവുമെന്നില്ലെങ്കിലോ അപ്പോൾ പിന്നെ നഷ്ടമായിരിക്കും. അതുകൊണ്ട് നമ്മൾ ഇത് വെച്ച് അഡ്ജസ്റ്റ് ചെയ്തു.